എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ 33-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മോഹനേട്ടാ. നമസ്തേ ഇന്ദു. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ. ഈ പരിപാടിയിൽ എന്നത്തെയും പോലെ 2 പ്രധാന സെഗ്മെന്റുകളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗവും, ഒപ്പം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥനയും. അപ്പൊ നമുക്ക് ആദ്യം ഒരു സെന്ററിങ് ചെയ്തതിനു ശേഷം പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ, നന്ദി മോഹനേട്ടാ. ഇനി ഈ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലായി 10 പ്രമാണങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബുജിയുടെ ഈ ഭണ്ഡാര അടുത്ത് വരുന്ന ഈ സമയത്ത് എനിക്ക് തോന്നുന്നു 10 പ്രമാണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തോട് കൂടുതൽ എടുക്കാൻ ഉള്ള ഒരു അവസരം കൂടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഈ ആഴ്ചയിലും ചോദ്യം 3-ാമത്തെ പ്രമാണത്തെ കുറിച്ചാണ്. അതായത് ഈശ്വരനുമായുള്ള പൂർണ്ണ ഏകത്വമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യപ്രാപ്തി വരെ വിശ്രമിക്കുകയുമരുത്. ഇങ്ങനെയാണല്ലോ ആ പ്രമാണം. അപ്പോ ഈ പ്രമാണം നമ്മള് വായിക്കുമ്പോ ചെറിയൊരു എന്താണ് ആ ഒരു ശരിക്കൊരു ആശയം വ്യക്തമാകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ. അതേസമയം അപ്പോ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? അപ്പം ഇതെങ്ങനെയാണ് പരിശീലിക്കേണ്ടതെന്നും കൂടി എല്ലാവരോടും കൂടി ഒന്ന് പറയാമോ? വെൽ, ഈശ്വരനുമായുള്ള പൂർണ്ണ ഏകത്വമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യപ്രാപ്തി വരെ വിശ്രമിക്കുകയുമരുത്. ഇതല്ലേ നിർദ്ദേശം? പ്രഥമ ദൃഷ്ട്യ ഈ നിർദ്ദേശം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് തോന്നും. കാരണം ഈശ്വരനുമായിട്ടുള്ള ഏകത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ഈശ്വരൻ? ഇതൊന്നും നമുക്കറിയില്ല. ഇവിടെ ചില മഹാവാക്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അതായത് ദൈവം മാനുഷരൂപേണ, ഈശ്വരൻ മനുഷ്യരൂപത്തിലാകുന്നു. God is great because he has created masters of caliber. ഈശ്വരന്റെ മഹത്വം നമ്മൾ അറിയുന്നത് അദ്ദേഹം, അതായത് ഈശ്വരൻ
മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്നുകൊണ്ടാണ്. ഉം. ബാബുജി മഹാരാജ് പറയാറുണ്ട്, എൻ്റെ ഗുരുവിൻ്റെ സാന്നിധ്യം ഈശ്വരന്റെ സാന്നിധ്യം പോലെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ ഇത്തരം മഹാവാക്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ആശയം വ്യക്തമാവും. അതായത് ഈശ്വരനുമായുള്ള ഏകത്വം എന്നത് ഗുരുവുമായിട്ടുള്ള ഏകത്വം ആയി മാറും. അപ്പൊ കുറച്ചും കൂടി അതിന് വ്യക്തത വരും. അപ്പൊ ഗുരുവുമായിട്ടുള്ള ഏകത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ ശരീരവുമായിട്ട് നമ്മൾ ലയിച്ചു ചേരുകയാണോ? അല്ല. അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരവുമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം അടങ്ങുന്ന ബോധം. അപ്പോ ബോധത്തിന്റെ വികാസത്തിലൂടെ അല്ലാതെ നമുക്ക് ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോ ബാബുജി മഹാരാജ് പറയും, ലക്ഷ്യം വിദൂരമല്ല, നമ്മുടെ ഹൃദയത്തിലാണ് ലക്ഷ്യം. ഭഗവത്ഗീതയിലും അത് പറയുന്നുണ്ട്, ഹൃദയമേ പശ്യസി. അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയും, സുഹൃത്തായിട്ടും എൻ്റെ ഭാര്യയുടെ സഹോദരനായിട്ടും ഞാൻ അങ്ങെ കണ്ടിരുന്നു. അങ്ങനെയുള്ള അങ്ങ് പരമാത്മാവാണെന്ന് എനിക്കിപ്പോ ബോധ്യപ്പെട്ടു. അപ്പൊ ഇനി അങ്ങയുടെ എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ ശിരസാവഹിക്കും. സർവധർമ്മങ്ങളും പരിത്യജിച്ചുകൊണ്ട് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയും. അതിനുശേഷം അർജുനൻ ഒരു ചോദ്യം കൂടെ ചോദിക്കും, എനിക്കിപ്പോ അങ്ങയെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഭാവി തലമുറ അങ്ങയെ എങ്ങനെ അറിയും? അതിന് മറുപടിയാണ് ഹൃദയമേ പശ്യസി. സൃഷ്ടിക്കപ്പെട്ടുള്ള എല്ലാ വസ്തുക്കളും അതിൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവും. അതായത് പ്രാണാഹുതിയുടെ സഹായത്തോടുകൂടി ഹൃദയത്തിൽ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കൂ. ഇനി യോഗശാസ്ത്രങ്ങള് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് പ്രധാനമായിട്ടും 3 മാർഗങ്ങളാണ് പറയുന്നത്. അതായത് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഇത് നമുക്ക് ഇവിടെയും ഈ 3 ആശ്രയിക്കേണ്ടി വരും. അതായത് ഈശ്വരനുമായിട്ടുള്ള പൂർണ്ണ ഏകത്വമായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവ്, നമുക്കൊരു ലക്ഷ്യത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം, നമുക്ക് അറിവുണ്ടാവണം. അതിനെ നമുക്ക് ജ്ഞാനയോഗം എന്ന് പറയാം. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ട സാധനാ പദ്ധതി, അതാണ് കർമ്മയോഗം. ഇനി ഒരു ഭക്തന്റെ മനോഭാവം അല്ലെങ്കിൽ ഒരു ശിഷ്യന്റെ മനോഭാവം എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. അതായത് ശരണാഗതി ഭാവം, പ്രാർത്ഥനാ നിർഭരത. അതിനെയാണ് നമ്മൾ ഭക്തിയോഗം. അപ്പോ ജ്ഞാനയോഗവും ഭക്തിയോഗവും കർമ്മയോഗവും ബാബുജി മഹാരാജ് പറഞ്ഞു, ഇത് 3 കൂടി ചേരുന്നതാണ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ രാജയോഗം. അപ്പൊ രാജയോഗം എന്ന് പറയുന്നത് കർമ്മം, ജ്ഞാനം, ഭക്തിയുടെ ഒരു സമഗ്രമായിട്ടുള്ള ഒത്തുചേരലാണ്. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാലും ഏത് കർമ്മം നമ്മൾ അനുഷ്ഠിക്കണമെങ്കിലും അത് നമുക്ക് ജ്ഞാനം വേണം, അല്ലെ? ആ കർമ്മത്തെക്കുറിച്ചുള്ള അറിവ് വേണം, അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനം, കർമ്മം ഉണ്ടെങ്കിൽ ഭൗതിക ജീവിതത്തിൽ നമുക്ക് പ്രവർത്തിക്കാം. പക്ഷേ അതിൽ ഭക്തി കൂടി കൊണ്ടുവരുന്ന സമയത്ത് ഈ ജ്ഞാനത്തിനും കർമ്മത്തിനും ഉന്നതമായ ഒരു അവസ്ഥ ലഭിക്കും. ഇപ്പൊ ബാബുജി മഹാരാജ് അതിനെ ഒരു ത്രികോണത്തിന്റെ 3 കോണുകളായിട്ടാണ് പറയുന്നത്. താഴെയുള്ള 2 കോണുകള് ജ്ഞാനയോഗവും
കർമ്മയോഗം. മുകളിലുള്ള കോണാണ് ഭക്തിയോഗം. എന്ന് പറഞ്ഞാൽ ഭക്തി എന്നുള്ള ഭാവം നമ്മൾ കൊണ്ടുവരുമ്പോൾ ജ്ഞാനവും കർമ്മവും ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോ ഇതാണ് അത് തമ്മിലുള്ള ഏകത്വം അല്ലെങ്കിൽ രാജയോഗം എന്ന് പറയുന്നത്. ഇനി ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രയത്നം ഊർജിതമാക്കി നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്നതൊരു വസ്തുതയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമയത്തും നമുക്ക് ഓരോ ലക്ഷ്യങ്ങളാണ്. കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യമല്ല കൗമാരപ്രായത്തിൽ നമുക്കുള്ളത്. കൗമാരപ്രായത്തിൽ ലക്ഷ്യമല്ല മധ്യവയസ്സിൽ നമുക്കുള്ളത്. മധ്യവയസ്സിലെ ലക്ഷ്യമല്ല നമുക്ക് വാർദ്ധക്യത്തിലുള്ളത്. മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ലക്ഷ്യങ്ങൾ മാറും. നമ്മുടെ മനോഭാവം അനുസരിച്ച് ലക്ഷ്യങ്ങൾ മാറും. ശരീരത്തിന്റെ ലെവലില് സുഖം ആണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിന്റെ ലെവലില് സന്തോഷമാണ് നമ്മുടെ ലക്ഷ്യം. ആത്മാവിന്റെ ലെവലില് ആനന്ദമാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഇതെല്ലാം താൽക്കാലികമാണ്. അപ്പോ ഇനി നമുക്ക് അറിവിനെ ലക്ഷ്യമാക്കി എടുക്കാൻ പറ്റും. ലാലാജി മഹാരാജ് പറയുന്നുണ്ട്, ഒരു ഉന്നതമായിട്ടുള്ള അറിവ് നമുക്കുണ്ട് എങ്കിലും ഈ നിമിഷത്തിൽ എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകാനുള്ള അറിവുണ്ടെങ്കിൽ അത് ധാരാളമാണ്. അപ്പൊ ജ്ഞാനത്തെ മാത്രം നമുക്ക് ലക്ഷ്യമാക്കി എടുക്കാൻ സാധ്യമല്ല. ഇനി പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണെങ്കിൽ ലക്ഷ്യങ്ങൾ വേറെ രീതിയിലാണ്. സാമൂഹ്യ സേവനം, അനുകമ്പ, ദയ, നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ, അഹിംസാത്മകമായിട്ടുള്ള ആശയവിനിമയം, ഇതൊക്കെ മഹത്തായ ജീവിത ലക്ഷ്യങ്ങളാണ്. ഇനി ഇന്ത്യയിലേക്ക് വന്നാലോ, ഇവിടെ ജീവിതം ദുരിതമാണ്. ജന്മ മൃത്യു ജരാവ്യാധി എന്ന് പറയില്ലേ, ജനനം മരണം, അതിനിടയ്ക്ക് രോഗം, വാർദ്ധക്യം, മരണം. അപ്പൊ ജീവിതം മൊത്തത്തിൽ ദുരിതമായതുകൊണ്ട് ഇനി ഈ ജീവിതം വേണ്ട, മോക്ഷപ്രാപ്തിയാണ് ജീവിത ലക്ഷ്യം. അപ്പോ ബാബുജി മഹാരാജ് പറഞ്ഞു, മോക്ഷപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് അടുത്ത കർമ്മ പദ്ധതി? വേറെ ചില ആത്മീയ സമ്പ്രദായങ്ങളിൽ സച്ചിദാനന്ദമാണ് ജീവിത ലക്ഷ്യം. സച്ചിത് ആനന്ദം, നിലനിൽപ്പ്, ബോധം, ആനന്ദം. ആനന്ദം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. അപ്പൊ അടുത്ത കർമ്മ പദ്ധതി എന്താണ്? അപ്പോ ബാബുജി മഹാരാജ് പറയണ്, എല്ലാം പടിപടിയായി നമ്മൾ ട്രാൻസെൻഡ് ചെയ്ത് അതികടക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ആനന്ദത്തിന്റെ അപ്പുറത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ശൂന്യതയാണ്. ശൂന്യത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണോ? അല്ല, എല്ലാത്തിൻ്റെയും സാധ്യതകൾ അടങ്ങിയ ശൂന്യതയാണ്. ആ ശൂന്യതയ്ക്കും അനേകം ലെയറുകൾ കൂടെ നമ്മൾ കടന്നു പോകേണ്ടത്. അപ്പൊ നിരന്തരം ലക്ഷ്യത്തെ ട്രാൻസെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതികടക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം? നമ്മൾ എന്ത് നേടിയാൽ, എന്ത് ലക്ഷ്യം നേടിയാൽ ഇനി ഒന്നും നേടാനില്ല എന്നുള്ള അനുഭവം നമുക്കുണ്ടാവുമ്പോഴേ അതിനെ ലക്ഷ്യമായിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോ അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്, ഈശ്വരൻ മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇടയ്ക്കുള്ള ഒന്നും നമ്മൾ ലക്ഷ്യമാക്കി എടുക്കരുത്. ഇടയ്ക്കുള്ള കാര്യങ്ങളെ നമ്മൾ ലക്ഷ്യമാക്കുന്നതിനെ മാർഗത്തിൽ ലക്ഷ്യഭ്രാന്തി എന്ന് പറയും. അതായത് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ട ഒരാള്, കൊച്ചിയാണ് ലക്ഷ്യം. ഇടയ്ക്ക് ആലുവ പട്ടണത്തിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങി.
ഇത് തന്നെയാണ് കൊച്ചി എന്ന് വിചാരിച്ചത്. അതിനെയാണ് മാർഗത്തിൽ ലക്ഷ്യഭ്രാന്തി എന്ന് പറയുന്നത്. തോന്നലാണത്. അപ്പോ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈശ്വരനായിരിക്കണം എന്നത്. അതെന്താണ്? നമ്മുടെ ലൈഫ് ഫോഴ്സ് എന്നത്. ഈ ലൈഫ് ഫോഴ്സ് നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ വരുന്നു. ജീവിതത്തിലുടനീളം ഈ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ആത്മൻ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ജീവശക്തി എപ്പോ നമ്മളെ വിട്ടുപോകാൻ തീരുമാനിക്കുന്നു, അപ്പൊ നമ്മുടെ ശരീരം ഡ്രോപ്പ് ആവും, നമ്മളുടെ ബോഡിയാവും. ആ ലൈഫ് ഫോഴ്സുമായിട്ടാണ് നമ്മൾ താതാത്മ്യം പ്രാപിക്കേണ്ടത്. യഥാർത്ഥ ലക്ഷ്യം അതാണ്. അതിനു പകരം മറ്റ് പലതുമായിട്ടും നമ്മൾ താതാത്മ്യം പ്രാപിക്കും. അതാണ് നമ്മുടെ പ്രശ്നം. ഉദാഹരണത്തിന് നമ്മുടെ മനോഹരമായിട്ടുള്ള വീട്, നമ്മുടെ വിലപിടിപ്പുള്ള കാറ്, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ, നമ്മുടെ ജോലി, മഹത്തായ നമ്മുടെ ഉദ്യോഗം, നമ്മുടെ സമ്പത്ത്, പ്രശസ്തി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കഴിവുകൾ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ, ഇതിനെയൊക്കെ ആയിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതെല്ലാം മാർഗത്തിലെ ലക്ഷ്യഭ്രാന്തികളാണ്. അപ്പോ എന്താ സംഭവിക്കുക? ഈ ഇടയ്ക്കുള്ള പലതുമായിട്ടും നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിനെ നിരീക്ഷിക്കുമ്പോൾ ഭാഗികമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണും. അപ്പൊ യഥാർത്ഥ ദർശനം അസാധ്യമാണ്. യാഥാർത്ഥ്യം നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സാങ്കല്പിക ലോകത്തിലായിരിക്കും നമ്മൾ. അതുകൊണ്ടാണ് യഥാർത്ഥ ലക്ഷ്യം ഈശ്വരൻ മാത്രമായിരിക്കുന്നത്. അപ്പോ ഇനി ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എവിടെയോ ഉള്ളൊരു ലക്ഷ്യമാണ് ഈശ്വരൻ എന്നുള്ളൊരു ധാരണ വരും. വിദൂരമായ ഒരു ലക്ഷ്യമാണ് ഈശ്വരൻ. അപ്പൊ ബാബുജി മഹാരാജിന്റെ വാക്കുകൾ എന്താണ്? ലക്ഷ്യം വിദൂരമല്ലാതെ നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഈശ്വരനുമായിട്ടുള്ള ഏകത്വമാണ് ആത്യന്തിക ലക്ഷ്യമെങ്കിലും എൻ്റെ അടുത്ത നിമിഷത്തിലെ ലക്ഷ്യം എന്താണ്, കർമ്മപദ്ധതി എന്താണ്, അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ ദൂരെ ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരം നമ്മൾ കാണുന്നു. അപ്പൊ ആ ക്ഷേത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഗോപുരം നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്ന എന്താണ്, അടുത്ത കുഴിയിൽ പോയി വീഴുന്നു. താഴെ നോക്കി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ഞാൻ നോക്കണ്ടേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ നിമിഷവും ജീവിതത്തില് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നല്ലോ. അപ്പൊ എന്തായിരിക്കണം നമ്മൾ ഓരോ നിമിഷത്തിലും നമ്മുടെ ലക്ഷ്യം? അവിടെയാണ് ദാജി പറയുന്നത്, ഗുരു അനുനിമിഷം ധ്യാനത്തിലൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് തരുന്ന ആത്മീയ നില അത് സ്വീകരിച്ച് സന്തുഷ്ടിയോടെ, നന്ദിബോധത്തോടെ അതിനെ അഭിനന്ദിച്ച് അത് വികസിപ്പിച്ച് സ്വാംശീകരിക്കണം. അതാണ് ഓരോ നിമിഷവും നമ്മുടെ ലക്ഷ്യം. അതിനെയാണ് അദ്ദേഹം AEIOU എന്നുള്ള വവൽസ് കൊണ്ട് പറയുന്നത്. അപ്പൊ ലക്ഷ്യം എന്തായി? AEIOU ആയി മാറി. എന്താണ് AEIOU? നമുക്കറിയാം. A എന്ന് പറഞ്ഞാൽ അക്വയർ, ആത്മീയ നിലകൾ നേടിയെടുക്കുക. എങ്ങനെ നേടിയെടുക്കുക? നമ്മളതിനെ ധ്യാനിക്കേണ്ടതുണ്ട് ആഴത്തിൽ. E എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ എൻലിവൻ ചെയ്യുക, അതായത് അതിനെ വികസിപ്പിക്കുക. എങ്ങനെ ആത്മീയ നിലയെ നമ്മൾ നേടിയെടുത്ത ആത്മീയ നിലയെ വികസിപ്പിക്കുക? ആ ആത്മീയ നിലയിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. ധ്യാനത്തിന് ശേഷം നമ്മുടെ ഹൃദയത്തിലെ ആ കണ്ടീഷനിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊടുത്ത് അതിൽ കുറച്ചു നേരം ധ്യാനിച്ചാൽ ഈ കണ്ടീഷൻ വികസിപ്പിക്കാൻ പറ്റും. അതിനാണ് എൻലിവൻ. I എന്ന് പറഞ്ഞതാണ് ഇംപൈബ് എന്നാണ്. ഇംപൈബ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാംശീകരിക്കുക. എങ്ങനെ സ്വാംശീകരിക്കുക? എൻ്റെ ഹൃദയത്തിലുള്ള ഈ ആത്മീയ നില, ഗുരു തന്ന ഈ അവസ്ഥ എൻ്റെ എല്ലാ കോശങ്ങളിലും സൂക്ഷ്മ ശരീരത്തിലും വ്യാപിക്കുന്നു എന്ന് സങ്കല്പിച്ച് ധ്യാനിക്കുക.
അതിനെയാണ് ഇംബൈബ് അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് പറയുന്നത്. AEIO. പിന്നെന്താ അതുമായിട്ട് വൺനെസ് ആണ്. എന്താണ് വൺനെസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും സൂക്ഷ്മ ശരീരത്തിലും ഈ ആത്മീയ നില വ്യാപിക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ പുറത്തും ഇത് വ്യാപിക്കുന്നു നമ്മൾ സങ്കല്പിക്കണം. അതിനെന്താ ചെയ്യാ? എൻ്റെ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളും ദിവ്യസ്മരണയിലാണ് എന്ന സങ്കല്പത്തിൽ നമ്മൾ ധ്യാനിക്കണം. അപ്പൊ ഈ ആത്മീയ നില നമ്മുടെ ചുറ്റും പരക്കും. അതിനാണ് വൺനെസ് എന്ന് പറയുന്നത്. AEIO. അടുത്ത യു ആണ്. യു എന്താ? യൂണിയൻ. അതായത് ഞാൻ ആ ആത്മീയ നിലയിൽ ഡിസോൾവ് ആവുന്ന, അലിഞ്ഞു ചേരുന്നു. ആ ആത്മീയ നില മാത്രം നിലനിൽക്കുന്നു, കണ്ടീഷൻ മാത്രം നിലനിൽക്കുന്നു. അങ്ങനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഓരോ നിമിഷവും ഒരു ഹാർട്ട്ഫുൾനെസ് അഭ്യാസിയുടെ ലക്ഷ്യം എന്താണ്? ഗുരു തരുന്ന ആത്മീയ നിലയെ നമ്മൾ സ്വീകരിച്ച്, സ്വാംശീകരിച്ച്, നന്ദിബോധത്തോടെ അതിനെ അഭിനന്ദിച്ച് വളർത്തിയെടുക്കും. അതാണ് ഓരോ നിമിഷത്തിലെയും നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്ത് സംഭവിക്കും? അടുത്ത കണ്ടീഷൻ നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടും. തുടർച്ചയായി ഉന്നതമായ അവസ്ഥകൾ നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടും. ഒറ്റയടിക്ക് ഉന്നതമായ നില നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല. എന്താ കാരണം? നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ നാഡീവ്യൂഹം നശിച്ചു പോകും. ജിമ്മിൽ പോകുന്നവരെ ആദ്യം തന്നെ നമ്മൾ 100 കിലോ വെയിറ്റ് എടുത്ത് നോക്കിയാലോ? ആദ്യം 5 കിലോ, 10 കിലോ, 15 കിലോ, അങ്ങനെ സ്ലോലി നമ്മുടെ മസിൽ ബിൽഡപ്പ് ചെയ്യാം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. അതുപോലെയാണ് ആത്മീയ നിലകൾ നമ്മൾ സ്വാംശീകരിക്കുന്നത്. ഈ സാഹചര്യത്തില് എന്തൊക്കെ തരത്തിലുള്ള പല പ്രതിസന്ധികളും നമ്മൾ നേരിടും. എന്തൊക്കെയാണ് പ്രതിസന്ധികൾ ഈ യാത്രയില്? പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ വൈകാരികമായ വിസ്ഫോടനങ്ങളാണ് നമ്മൾ നേരിടുന്നത്. അതായത് നമ്മുടെ പ്രിയപ്പെട്ടവര്, ചുറ്റുമുള്ളവര് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വൈകാരിക വിസ്ഫോടനം ഉണ്ടാവും. ഈ വൈകാരിക വിസ്ഫോടനത്തോടുകൂടി ആ സമയത്ത് നമ്മുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആത്മീയ നില നഷ്ടപ്പെടും. അപ്പോൾ ആ സാഹചര്യത്തില് ഈ ചുറ്റും നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരാണെന്നോ ഈശ്വരനുമായുള്ള ഏകത്വം ലക്ഷ്യമാക്കി നടക്കുന്ന ആളാണ് ഞാനെന്നുള്ളതൊക്കെ നമ്മൾ മറന്നുപോകും. നമ്മുടെ ആത്മീയ നിലയും പോകും. അപ്പോ ഈ അവസ്ഥയിലൂടെ നമ്മൾ എങ്ങനെ കടന്നു പോകും? അതിന് നമ്മുടെ ധ്യാനത്തിലൂടെ നമ്മൾ നേടിയിട്ടുള്ള ഇച്ഛാശക്തി, ആത്മവിശ്വാസം. എന്താണ് ആത്മവിശ്വാസം? ലക്ഷ്യപ്രാപ്തിക്കുള്ള സാധ്യത നമ്മളിലുണ്ട് എന്നുള്ള വിശ്വാസം, അതിന് ഗുരുവിന്റെ സഹായം ലഭ്യമാണെന്നുള്ള അദ്ദേഹത്തിനുള്ള വിശ്വാസം. ആത്മവിശ്വാസം, ഗുരുവിനുള്ള വിശ്വാസവും ഇച്ഛാശക്തിയും കൊണ്ട് നമ്മൾ ഈ വൈകാരിക വിസ്ഫോടനങ്ങൾ കൂടെ കടന്നുപോയി ഇതിനെ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. ഇത് ദാജി പറയും, നമ്മള് പുഴയിലും സമുദ്രത്തിലൊക്കെ നീന്തുന്ന സമയത്ത് നീർച്ചുഴിയിൽ പെട്ടുപോകില്ല, വേൾപൂൾ. അപ്പോ നല്ല വിദഗ്ധരായിട്ടുള്ള നീന്തലുകാർക്ക് മാത്രമേ അതിനെ അതികടക്കാൻ സാധിക്കൂ. അല്ലാത്തവര് അതിൽ മുങ്ങിപ്പോകും. അതിന് എങ്ങനെ രക്ഷപ്പെടുക എന്ന് വെച്ചാൽ അദ്ദേഹം പറയും, ഈ നീർച്ചുഴികള് ഒരു ആണി പോലെയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗത്ത് വ്യാസം കൂടുതലാണ്, താഴേക്ക് പോകുന്നവരും വ്യാസം കുറഞ്ഞു പോലെ ഒരു ഷാർപ്പ് എൻഡ് വരെ എത്തും. ആ ഷാർപ്പ് എൻഡിൽ കൂടിയാണ് അതിന്റെ എക്സിറ്റ് പോയിന്റ്. അപ്പൊ അതിൽ പെട്ട ഉടനെ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ തുടങ്ങിയാൽ സാധ്യമല്ല. അപ്പൊ അതിലൂടെ കടന്നുപോയി അതിൽ ആ പുറത്തേക്കുള്ള എക്സിറ്റ് പോയിന്റ് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടിയിരിക്കും. അതിനാണ് നേരത്തെ പറഞ്ഞ ഇച്ഛാശക്തി, ആത്മവിശ്വാസം, ഗുരുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് നമ്മൾ അതിൽ കൂടെ കടന്നു പോകേണ്ടത്. ഈ ബാബുജി മഹാരാജ് ഈ ലക്ഷ്യത്തെക്കുറിച്ച് പല സ്ഥലത്തും പല രീതിയിൽ പ്രതിപാദിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. ചില സമയത്ത് അദ്ദേഹം പറയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയും. ചില സമയത്ത് അദ്ദേഹം പറയും കേവല സത്യം.
വേറെ സ്ഥലത്ത് അദ്ദേഹം പറയാ എൻ്റെ പ്രിയപ്പെട്ടവൻ, വേറെ സ്ഥലത്ത് എൻ്റെ പ്രേമഭാജനം, മറ്റൊരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരേണ്ട കേന്ദ്ര ബിന്ദു, വേറെ സ്ഥലത്ത് ഉന്നതമായ വ്യക്തിത്വം, മനുഷ്യരൂപത്തിലാ പറയാ. അപ്പോ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്യത്തിനെ വിശദീകരിക്കുന്നത് വെച്ചാൽ, ഒരു ഭക്തൻ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുള്ളവർക്കും ഇതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള അവസ്ഥകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ ലക്ഷ്യത്തിനെ വ്യത്യസ്തമായിട്ട് ബാപ്പുജി മഹാരാജ് വിശദീകരിക്കുന്നത്. പക്ഷെ ഏറ്റവും മഹത്തായിട്ടുള്ള സംഗതി അദ്ദേഹം പറയുന്നത്, ഈശ്വരന്റെ സഹായം അനുഗ്രഹ രൂപത്തിൽ നമുക്ക് ലഭ്യമാണ്. എപ്പോൾ? ഈ ആത്മീയ സാധകന്റെ ഉദ്ദേശശുദ്ധി ഈശ്വരന് അല്ലെങ്കിൽ ഗുരുവിന് ബോധ്യമാവുമ്പോഴാണ് ഈശ്വരന്റെ സഹായം അനുഗ്രഹത്തിന്റെ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത്. 9ാമത്തെ നിർദ്ദേശമില്ലേ, മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുവാൻ. അതിന്റെ വിശദീകരണത്തില് രാജി പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവരിൽ നമ്മൾ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ മാത്രമല്ല, ഈശ്വരനും നമ്മിലേക്ക് ആകർഷിക്കപ്പെടും, ഗുരുവും നമ്മിലേക്ക് ആകർഷിക്കപ്പെടും. അത്തരം ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ ഈശ്വരൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ബാപ്പുജി മഹാരാജ് പറയുന്നത്, ഒരു ആത്മീയ സാധകന്റെ ഉദ്ദേശശുദ്ധി ഈശ്വരന് അല്ലെങ്കിൽ ഗുരുവിന് ബോധ്യപ്പെടുമ്പോഴാണ് ഈശ്വരന്റെ സഹായം അനുഗ്രഹ രൂപത്തിൽ നമുക്ക് വരുന്നത്. അപ്പോ അതായത് ഇപ്പൊ നമ്മൾ ഒരാൾ പറയാന്ന് വിചാരിക്കുക, ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്ററെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു എൻ്റെ ഗുരുവായിട്ട്. അപ്പോ ബാബുജി മഹാരാജ് ചോദിക്കുക, നിങ്ങൾ ഗുരുവിനെ സ്വീകരിച്ചു, ഗുരു നിങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യമില്ലേ? അതായത് ഇത് രണ്ട് സൈഡൊന്നുമല്ല ഈ ലവ് അഫെയർ എന്ന് പറയുന്നത്, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോ നമ്മുടെ ഉദ്ദേശശുദ്ധി ഈശ്വരന് അല്ലെങ്കിൽ ഗുരുവിന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ആത്മീയ സാധകൻ ലക്ഷ്യം ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞു, മനസ്സിന്റെ എല്ലാ പ്രവണതകളെയും ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരു പക്വതയുള്ള മനസ്സാണ്, മെച്ചുവേർഡ് ആയിട്ടുള്ള മനസ്സ് ലക്ഷ്യം ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത്തരം സാധകരെ ഗുരുവിന് വിശ്വസിക്കാം. നമ്മൾ ഗുരുവിനെ വിശ്വസിക്കുന്ന പോലെ അദ്ദേഹത്തിന് നമ്മളെയും വിശ്വസിക്കാം. ആ അവസ്ഥയിൽ ഈ ആത്മീയ സാധകന്റെ പുരോഗതി ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. രാജി പറയാ, ദേ ആർ പുട്ട് ഓൺ ഫാസ്റ്റ് ട്രാക്ക്. വളരെ വേഗത്തിൽ പുരോഗമിക്കുന്ന ട്രാക്കിലേക്ക് അവരെ മാറ്റും. അപ്പൊ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്ന ട്രാക്കിൽ നമ്മൾ വരുന്ന സമയത്ത് ഈ അവസ്ഥയിൽ എത്രയും വേഗം ലക്ഷ്യപ്രാപ്തി എന്നുള്ള പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ത്വര, അല്ലെങ്കിൽ ഒരു റെസ്റ്റ്ലെസ്നെസ്, അല്ലെങ്കിൽ ഒരു അക്ഷമ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ അക്ഷമ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ത്വരയാണ് നമ്മുടെ മാർഗം സുഗമമാക്കുന്നത്, ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോ ഈ അവസ്ഥയിൽ ലക്ഷ്യപ്രാപ്തി വരെ വിശ്രമിക്കുകയും അരുത് എന്നുള്ള നിർദ്ദേശം നമുക്ക് ആവശ്യമില്ല. എന്താ കാരണം? ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ത്വര അല്ലെങ്കിൽ അക്ഷമ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് തന്നെയാണ് നമ്മുടെ ആർജവം ആ അവസ്ഥയിൽ. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനക്ക. ഈ ഒരു നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും അതിന് നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ, പിന്നെ പ്രായോഗികമായി അതിലേക്ക് എത്താനുള്ള വഴികൾ എല്ലാം വളരെ ഭംഗിയായി വിശദീകരിച്ചു. ഈ ഒരു
സംഭാഷണം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഈ പരിപാടിയുടെ ലിങ്ക് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. നമ്മൾ എവിടെയായിരുന്നാലും സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അതിങ്ങനെയാണ്: എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 9 മണി മുതൽ 9:15 വരെ ധ്യാനിക്കുന്നു. അപ്പൊ നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. 9 മണി വരെ സത്സംഗം, 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മളെ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം.